ഗുഡ് ഈവനിങ്. മൈൻഡ് വാഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലൈംഗികതയും മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചർച്ചയ്ക്ക് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ക്ലിനിക് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷാണ്. മാനസികാരോഗ്യത്തെ സംബന്ധിക്കുന്ന പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹാരം നിർദ്ദേശിക്കുവാനും അതിലുപരി കൗൺസിലിംഗ് നൽകുവാനാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹവുമായി സംസാരിക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശരിക്കും വളരെയധികം റെലവൻസ് ഉള്ളൊരു വിഷയമാണ്. ഒരു സമൂഹത്തിലും ഒരു കുടുംബത്തിലും ലൈംഗികാവസ്ഥയും മാനസികാരോഗ്യം തമ്മിലുള്ള ഒരു റിലേഷൻ ഒരുപാട് ഒരുപാട് ഈ ഇപ്പോഴത്തെ റീസെന്റ് കാലത്ത് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ട് എന്താണ് ഈ ലൈംഗികതയും മാനസികാരോഗ്യം തമ്മിലുള്ള ബന്ധം, അതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. പല കാരണങ്ങളാലും ഒരു വിഷയം ലൈംഗികത പരസ്യമായി ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു യാഥാസ്ഥിതിക മനോഭാവം പൊതുവെ കാണിക്കുന്ന സമൂഹമാണ് കേരള സമൂഹം. തീർച്ചയായിട്ടും ഒരുപക്ഷെ അത്തരം ഒരു യാഥാസ്ഥിതിക ഒരു കൺസർവേറ്റീവ് ഓർത്തഡോക്സി സ്വഭാവത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ലൈംഗികതയുടെ പല പ്രശ്നങ്ങളാലും നമ്മുടെ സമൂഹത്തിൽ സ്വാതി സൂചിപ്പിച്ച പോലെ വ്യക്തിബന്ധങ്ങളുടെ ഇടയിലായാലും അത് ദാമ്പത്യ ജീവിതത്തിലായാലും പൊതു വ്യക്തിബന്ധങ്ങളിലായാലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്ന വിധത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് അടുത്ത കാലങ്ങളിൽ കേരള സമൂഹം വീഴുന്നതിൻ്റെ വളരെ നേർചിത്രങ്ങൾ, രേഖാചിത്രങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു. തീർച്ചയായിട്ടും ഇതിൽ രണ്ട് തലത്തിൽ ഈ കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, അടുത്ത വ്യക്തിബന്ധങ്ങൾ, ഫോർ എക്സാമ്പിൾ ഭാര്യ ഭർത്താവ് അല്ലെന്നുണ്ടെങ്കിൽ ദമ്പതികൾ, ഇവരുടെ ഇടയിലുണ്ടാകുന്ന ലൈംഗികതയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. മറ്റൊന്ന്, പൊതുസമൂഹത്തിൽ ലൈംഗിക അക്രമവും ലൈംഗിക ആസക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പ്രശ്നങ്ങളും നിൽക്കുന്നു. അതിൽ സൈബർ സെക്സിൻ്റെയും കൂടെ ഒരു തരത്തിലേക്ക് കേരള സമൂഹത്തിന് ലൈംഗികത മാറുകയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. തീർച്ചയായിട്ടും അതില്ലാതെ ഒരു സാധ്യമല്ല. അപ്പോൾ അതുകൂടി ആയി തീരുമ്പോൾ മാനസികാരോഗ്യം ഏത് തലത്തിലേക്ക് നീങ്ങുന്നു എന്നതും തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതും അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് നീങ്ങേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന സമയത്തിലാണ്. അപ്പോൾ ചോദിച്ചതിൻ്റെ ഫലമായി തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ലൈംഗികത സമൂഹത്തിലേക്ക് പോകാം, അത് മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാം. ഇപ്പം ഈ ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ദമ്പതികളുടെ ഇടയിലുള്ള ലൈംഗികത എന്നത് ചിന്തിക്കുമ്പം പൊതുവായിട്ട് രണ്ട് തലങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, നമ്മൾ വ്യവസ്ഥാപിതമായി രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പോലുള്ള ഒരു ലൈംഗികതയുടെ പ്രശ്നമുണ്ട്. അതായത് ചില സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. മറ്റൊന്ന് സെക്ഷൽ ഡീവിയേഷൻസ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാൻ വേണ്ടിയുള്ള ലൈംഗികമായ കാര്യങ്ങൾ നടക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. ലൈംഗിക റെസ്പോൺസ് അല്ലെങ്കിൽ സെക്ഷൽ റെസ്പോൺസ് വേണ്ട വിധത്തിൽ നിലനിർത്തുവാനോ നടപ്പിലാക്കുവാനോ മുന്നോട്ട് നീക്കുവാനോ സാധിക്കാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം അത് തന്നെയാണ് സ്ത്രീകളുടെയും പുരുഷൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. സാധാരണ പല മിത്തുകളുണ്ട്, ഇത് പുരുഷനിലേ ഉള്ളൂ, സ്ത്രീയില്ല, സ്ത്രീയിലില്ല, പുരുഷനിലേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, രണ്ട് ജെൻഡറിലും ആണിലും പെണ്ണിലും സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ വളരെ കൂടുതൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ആണ്, ഒരു ഡിസ്ഫങ്ഷനാണ് ആണുങ്ങളിൽ കാണുന്ന, പുരുഷനിൽ കാണുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷനാണ് നമുക്കറിയാം ഈ പ്രീമച്യൂർ ജാഗുലേഷൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സീക്രസ്ഖലനം എന്ന് വിളിക്കും. ഇത് കാരണം തന്നെ ആ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇത് ചികിത്സ എടുക്കണം അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാതെ വിവാഹ ബന്ധം പലപ്പോഴും ഡിവോഴ്സിലേക്ക് എത്തുന്ന പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ വഴിവിട്ട നിലയ്ക്ക് കുടുംബ ബന്ധം ഛിന്ന ഭിന്നമായി തീരുന്ന ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ശാസ്ത്രീയ ചികിത്സ എടുക്കുന്നതിന് പകരം ഒരുപക്ഷെ ഈ മേഖലയിലുള്ള ക്വാക്സിൻ്റെ അല്ലെങ്കിൽ വ്യാജ ചികിത്സയുടെ ഭാഗമായ അത്തരം പിടിയിൽപ്പെട്ട ശേഷം ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി പ്രശ്നം അനുഭവിച്ച് നീങ്ങുന്ന ആൾക്കാരും. അവയർനെസിന്റെ കുറവ് കൊണ്ടാണോ അങ്ങനെ ഒരു സിറ്റുവേഷൻ? അവയർനെസിന്റെ കുറവെന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കറിയാം ലൈംഗികാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പൊതു ചർച്ചയ്ക്ക് നമ്മുടെ സമൂഹം സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ഓർക്കാൻ പറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ LDF ഗവൺമെൻറ് കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ അന്ന് ലൈഫ് സ്കിൽ, ജീവിത നൈപുണ്യം, അതൊരു പ്രധാന പാഠ്യേതര വിഷയമായിട്ട് സിലബസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച അവസരത്തിൽ ഇതേ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് മതവിഭാഗങ്ങളിലെ പല മതവിഭാഗങ്ങളുടെ ഗ്രൂപ്പുകളും അതിഭീകരമായ നിലയ്ക്ക് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്ത ശേഷം അങ്ങനെയുള്ള ഒരു ശാസ്ത്രീയമായ ഒരുപക്ഷെ സമൂഹത്തിന് ഒരുപാട് പ്രകാശം നൽകാൻ സാധിക്കുമാറാകുമായിരുന്ന ഒരു പ്രവർത്തനത്തെ സ്റ്റാൾ ചെയ്തു അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി എന്നുള്ളത്. അങ്ങനെയുള്ള മനോഭാവമാണ്
പലപ്പോഴും ഈ ലൈംഗിക പ്രശ്നങ്ങളുടെയോ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങളുടെയോ അത് വളരെ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളിലേക്ക് പോലും നയിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് പിന്നിലൊരു പ്രധാന കാരണം എന്ന് സ്വാതി പറഞ്ഞതിൽ അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പരിമിതിയിലുണ്ടാകുന്ന പ്രീമച്ചർ ജാഗുലേഷനെ കുറിച്ചാണ്. ഈ പ്രീമച്ചർ ജാഗുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം പുരുഷനിൽ കാണുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരുതരം സ്പെക്ടേറ്റർ ആങ്സൈറ്റി എന്ന് പറയും. കാരണം പുരുഷ മനോഭാവത്തിൻ്റെ കൂടെ ഒരു പ്രതിഫലനമാണ്. പലപ്പോഴും പുരുഷൻ കാണുന്നത് തൻ്റെ ലൈംഗിക സാമർഥ്യം ഇണയെ താൻ പ്രകടിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, തന്നോടുള്ള ഒരു മതിപ്പ് കുറഞ്ഞു പോകുമോ, തന്നെ അംഗീകരിക്കാതിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കറക്റ്റ്. അപ്പോൾ എപ്പോഴും ഒരു ആങ്സൈറ്റി ആയിരിക്കും, ഉത്കണ്ഠയായിരിക്കും. ഈ ഉത്കണ്ഠ കാരണം തന്നെ അയാൾ ഏത് പ്രക്രിയയിലാണോ ഉൾപ്പെടുന്നത് തൻ്റെ ദമ്പതിയുമായി പങ്കാളിയുമായി അതിൽ അയാൾക്ക് തന്നെ മറന്നുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ഇതിൻ്റെ ഫലമായി പലപ്പോഴും ഉദ്ദേശിക്കുന്ന നിലയ്ക്ക് നീങ്ങാൻ പറ്റാതെ പരാജയം സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മാർഗങ്ങളോടെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഈ പ്രീമച്ചർ ജാഗുലേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പേഷ്യൻസ് ഒത്തിരി ഉണ്ടാവാറുണ്ട്. അത് വളരെ എളുപ്പം മാറാൻ പറ്റുന്ന പ്രശ്നമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആങ്സൈറ്റിയുമാണ്. ഇതൊരു കോമൺ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ. മറ്റൊരു ലക്ഷണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡിസ്ഫങ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് പുരുഷന്മാർക്ക്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഡിവിഷനാണ് സെക്ഷൽ ഡീവിയേഷൻ, ലൈംഗികമായ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ലൈംഗിക വൈകൃതങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന ഒരു പ്രശ്നം. ഈ അടുത്ത കാലത്തും ഞാൻ ഈ ലൈംഗിക വൈകൃതത്തിനൊരു ഉദാഹരണമായിട്ടൊരു വ്യക്തിയെ കണ്ടു. അപ്പോൾ അയാൾ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അയാളുടെ വൈഫ് ഒരു സ്കൂൾ ടീച്ചറാണ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, 1-2-3 വർഷം വരെയായി. ഒരു കുഞ്ഞുമുണ്ട്. പക്ഷേ ഈ വൈഫിന് ഇയാളുടെ കൂടെ സഹകരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നുകൊണ്ട് വൈഫ് ഇയാളിൽ നിന്ന് മാറിയ ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കാൻ വേണ്ടി. പക്ഷേ വീട്ടിൽ പോയപ്പോഴും ഈ ഇയാളുടെ ഭാര്യയുടെ അച്ഛൻ വൈഫിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു. നീ ഇവിടെ നിൽക്കുന്നിട്ട് കാര്യമില്ല, പല പുരുഷന്മാരുടെയും താല്പര്യങ്ങൾ പലതായിരിക്കും, അതൊക്കെ ഉൾക്കൊള്ളുന്നവരാവണം ഭാര്യമാർ എന്ന നിലയ്ക്ക് നിർബന്ധിച്ച് അവസാനം ഈ കുട്ടി ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. കാരണം ഭർത്താവിൻ്റെ വിട്ട് ജീവിക്കാൻ മാർഗമില്ല, ലൈംഗികമായ വൈകൃതങ്ങളാണ്. അച്ഛൻ്റെ വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ അച്ഛൻ പറയുന്നു ഈ പുരുഷന്മാരൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ ലൈംഗിക സ്വഭാവമുള്ളവരാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു പ്രശ്നമാണ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ പ്രശ്നമാണ് എന്ന് മാത്രമല്ല ഈ കേസിൽ സംഭവിച്ച കാര്യം ഞാൻ പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ അവസാനം ഒരു ആത്മഹത്യയുടെ വക്കിലെത്തിയ. ബ്രേക്കിന് ശേഷം തുടർന്നാലോ? പ്ലീസ്. ബ്രേക്കിന് ശേഷം തിരിച്ചു തുടരുന്നു ഡോക്ടർ. നമ്മൾ പറഞ്ഞു റൈറ്റ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന സെക്ഷൽ ഡീവിയേഷൻ്റെ ഒരു ഭാഗമായിരുന്നു ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഭർത്താവ് ഭാര്യയോട് വിവാഹിതയായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളായിരുന്നു. ചില വൈകൃതങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ സഹകരിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ആ കുട്ടിക്ക് അത് സഹകരിക്കാൻ പറ്റാതെ മാറി നിന്ന് അച്ഛനോടത്തേക്ക് പോകാൻ നോക്കുന്ന അവസരത്തിൽ അച്ഛൻ പറയുന്നു പല പുരുഷന്മാരും ഇങ്ങനെയൊക്കെയാണ്, സഹകരിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് സാധിക്കുന്നത്, നീ അത് സഹകരിക്കാനും വേണ്ടതെന്നിലേക്ക് തള്ളിവിടുന്ന അവസരത്തിൽ ഇവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല എന്നൊരവസ്ഥയിൽ എത്തിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് എന്നോട് കൊണ്ടുവരികയും ചെയ്തത്. അപ്പം ഞാൻ നോക്കുന്ന അവസരത്തിൽ ഈ പ്രശ്നം കാണുന്നത് ഇയാൾ പറയുന്നത് ഞാനും നീയുമായി സ്വകാര്യതയിലേക്ക് കടക്കുന്ന നിമിഷങ്ങളിൽ, ലൈംഗികതയിലേക്ക് കടക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ നിന്നെ കാണുന്നത് നീ ആയിട്ടല്ല, മറിച്ച് നിൻ്റെ അമ്മയായിട്ടാണ്. അപ്പോൾ നിൻ്റെ അമ്മയുമായി ഞാൻ അടുക്കുന്നു എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ നീയുമായിട്ട് അടുത്തിടപഴകുന്നത്. അപ്പം നീ അതെ അങ്ങനെ മൂളുക, ആ നിലയ്ക്ക് സംസാരിക്കുക. അങ്ങനെയുള്ളൊരു വൈകൃതത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഇയാൾക്ക് അയാൾ ഉദ്ദേശിക്കുന്ന സംതൃപ്തി കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാകുന്നുള്ളൂ. അതിന് ഭാര്യ സഹകരിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇയാൾ ആവശ്യം. അപ്പം ഇതൊരു ലൈംഗിക വൈകൃതമാണ്, അല്ലെങ്കിൽ ഒരു ലൈംഗിക വ്യതിയാനമാണ്. നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇംഗ്ലീഷിൽ ഇൻസെസ്റ്റ് എന്ന് വിളിക്കുന്ന അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടുള്ള അരുതാത്തതെന്ന് കരുതപ്പെടുന്ന വ്യക്തിബന്ധങ്ങളിൽപ്പെട്ട ആൾക്കാരുമായി ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം കാണിക്കുന്ന ഒരു സ്വഭാവമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് എത്ര കണ്ട് അനുഭവിക്കുന്നു ഈ പെൺകുട്ടി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വേറെയും ഒരു സംഭവം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നത്, സാങ്കേതിക മേഖലയിൽ വളരെ വിദ്യാസമ്പന്നനായ ഒരു യുവാവ് ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളെ
സംരക്ഷിക്കേണ്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. അതെ. അയാളുടെ വൈഫ് ഒരു അധ്യാപികയാണ്. ഓക്കെ. അതും വിവാഹം കഴിഞ്ഞ ശേഷം വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി. അത് പിന്നെ പെൺകുട്ടിയെ അവളുടെ വീട്ടിലേക്ക് പോയി. ബട്ട് അവിടെ പെൺകുട്ടി അച്ഛനും അമ്മയും പെൺകുട്ടിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഈ ചികിത്സയ്ക്ക് വന്നാൽ മാത്രമേ ഇനി അയാളുടെ കൂടെ ജീവിച്ചാൽ മതി എന്നവർ നിലപാടെടുത്തു. അവരെൻ്റെ അടുത്ത് വന്നു. അവിടെയും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭർത്താവ് അയാൾ വളരെ സാങ്കേതിക വിദ്യയിൽ വളരെ ഉന്നതമായ പിന്നെ വിദ്യാസമ്പന്നനായ യുവാവാണ്. അയാൾ ആവശ്യപ്പെടുന്നു പറഞ്ഞാൽ ഞാനും നീയും തമ്മിലുണ്ടാകുന്ന ഈ അടുപ്പത്തിൽ ഈ ഫിസിക്കൽ ഇൻറ്റിമസി നടക്കുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ടത് നിന്റെ അച്ഛനുമായി നീ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാക്കും. അപ്പം മറ്റു പലരെയൊക്കെ പറഞ്ഞപ്പം ഈ കുട്ടി സഹിച്ചു. അവസാനം അച്ഛനും എന്ന് പറഞ്ഞപ്പോൾ ഷീ ഫെൽറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബെയർ വിത്ത്. ഉൾക്കൊള്ളാൻ വളരെ ഒട്ടും പറ്റുന്നില്ല, ഒട്ടും സാധ്യമല്ല എന്നൊരവസ്ഥയിൽ വന്നപ്പോഴാണ് അതും വന്നത്. ഇതും ഇൻസെസ്റ്റ് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള പല ലൈംഗിക വ്യതിയാനങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ നമ്മുടെ വിവാഹ ജീവിതത്തിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസും ലൈംഗികമായ പരിമിതികളും പ്രശ്നം ഉണ്ടാക്കുന്നു, ലൈംഗിക വ്യതിയാനങ്ങളും പ്രശ്നം ഉണ്ടാക്കുന്നു, സെക്ഷൽ ഡീവിയേഷൻസ് ഉണ്ടാക്കുന്നു. അതിലൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്, ഒരു ഭാഗം മാത്രം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടു. തീർച്ചയായിട്ടും ഡോക്ടർ, ഈ രണ്ടൊരു കേസിലും എന്താണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്? ഇതിലെ അത് എന്തുകൊണ്ട് ഈ സിറ്റുവേഷൻ വരുന്നു എന്ന് നോക്കുമ്പോഴാണ് പലപ്പോഴും സൈബർ സെക്സിൻ്റെ ഒരു സ്വാധീനം എത്ര കണ്ട് ഈ പ്രശ്നങ്ങൾ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൈബർ സെക്സ് എങ്ങനെ സ്വാധീനിക്കുന്നു? ഈ രണ്ട് കേസുകളിലും നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ തന്നെ ഈ രണ്ട് ഭർത്താക്കന്മാരായി കഴിയുന്നതിന് മുൻപുള്ള ബാല്യവും കൗമാരവും ഒരു കൗമാര യൗവന കാലഘട്ടങ്ങളിൽ ഇവർ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ്, സെക്ഷൽ വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ സൈറ്റ്സുകളൊക്കെ തന്നെ ഇത്തരം വ്യതിയാനങ്ങളെ കാറ്റർ ചെയ്യുന്ന, ഇത്തരം ലൈംഗികമായ വേറിട്ട പെരുമാറ്റങ്ങളെ സഹായിക്കുന്ന നിലയ്ക്കുള്ള പിന്നെ വീഡിയോസ്, ഇമേജസാണ്. അത് കണ്ട് അതിലേക്കൊരു ഫിക്സേഷൻ, അതിലേക്കൊരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ അതിലേക്കൊരു അഡിക്ഷൻ ഉണ്ടായി പോകുന്നു. ആ അഡിക്ഷൻ ഉള്ള വ്യക്തികളാണ് പിന്നീട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറുന്നത്. അതിൻ്റെ ഒരു ഭീകരമായ തലങ്ങളിൽ പല നിലയ്ക്ക് എത്തുന്ന കേസുകൾ ഞാൻ കണ്ടു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു MBA യുവാവാണ്. കുറച്ച് ദിവസം അയാൾ വൈഫുമായിട്ട് സഹകരിച്ച ശേഷം വൈഫുമായിട്ട് അയാൾക്ക് സഹകരിക്കാൻ പറ്റുന്നില്ലൊരവസ്ഥയിൽ വന്നു. അയാൾ അവസാനം വൈഫ് ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഇയാളൊരു വലിയ കമ്പനിയുടെ പേഴ്സണൽ മാനേജറാണ്. ഇപ്പോൾ ഇയാൾക്ക് ഇൻഡിപെൻഡൻറ്റ് ക്യാബിനുണ്ട്. ആ ക്യാബിനിൽ ഇയാൾക്ക് ലാപ്ടോപ്പും ബാക്കിയുള്ള നെറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇയാൾ ഫ്രീ കിട്ടുന്ന സമയമാകുമ്പോൾ നെറ്റിലൂടെ അയാൾ നോക്കുന്നത് ജപ്പാനിലെ ചില പ്രത്യേക സെക്ഷൽ വീഡിയോസാണ്. ആ വീഡിയോസ് കാണിക്കുന്നത് ഈ സ്ത്രീകൾ വിസർജനം നടത്തുന്ന രംഗങ്ങളാണ്. വിസർജിക്കുന്ന ആ വീഡിയോകളിൽ കണ്ട് അതിലേക്ക് മാത്രം ആസക്തനായി തീർന്ന വ്യക്തിക്ക് ഭാര്യയുമായിട്ടുള്ള സാധാരണ നിലയ്ക്കുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. പക്ഷേ ഈ കാര്യം വൈഫിനോട് പറയാൻ തീർച്ചയായിട്ടും അങ്ങനെ അയാൾ ചികിത്സ എടുക്കാൻ വന്നു. അയാൾ നീണ്ട കുറേ കാലത്തെ ഒരു പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് വീണ്ടും നോർമലായിട്ട് അയാൾ നീങ്ങി. സൈബർ സെക്സിൻ്റെ മറ്റുള്ള അപകട സാധ്യതകൾ അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്നത് അതിഭീകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാനില്ലേ അടുത്ത കാലത്തായിട്ട് കണ്ട ചില വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മൾ ഈ മേഖലകളിൽ നിർബന്ധമായിട്ടും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം, കൂടുതൽ മുന്നോട്ട് നീങ്ങണം എന്ന് ചിന്തിപ്പിക്കുന്ന ചില സംഭവങ്ങൾ അടുത്ത കാലത്തുണ്ടായി. അതിൽ ഒരു കാര്യമാണ് ഒരു 16 വയസ്സ് പ്രായമുള്ള കൗമാരപ്രായമുള്ള ഒരു കുട്ടിയെ, ഒരു +1 പഠിക്കുന്ന കുട്ടിയെ, അയാളുടെ അമ്മ ടീച്ചറാണ്. ടീച്ചർ അമ്മ ഈ കുട്ടിയെ എന്നോട് കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് ഈ ടീച്ചർ കൊണ്ടുവരാൻ കാരണം വീട്ടിൽ ഈ ടീച്ചറും ഈ കുട്ടിയും ഇവൻ്റെ അനുജൻ 9ാം ക്ലാസ് കാരണമാണ് ഉള്ളത്. അച്ഛൻ കുറച്ച് ദൂരെ നമ്മുടെ ദേശീയ ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ ടീച്ചർ അല്ലെങ്കിൽ ഇവൻ്റെ അമ്മ കിച്ചണിൽ വളരെ പെട്ടെന്ന് ജോലി നോക്കുന്ന സമയത്ത് ഇവൻ 6 മണിക്ക് തന്നെ രാവിലെ ഓടിപ്പോയ ശേഷം ഈ ടീച്ചറെ ലൈംഗികമായിട്ട് ആക്രമിക്കുവാൻ, റേപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അവർ വല്ലാതെ ഭയന്നിട്ട് ഫെയിൻറ്റ് ചെയ്തു, ബോധം കെട്ട് വീണു. അതിനുശേഷം അതിനിടയ്ക്ക് അനുജൻ ഓടി വന്നു, ബോധം തെളിഞ്ഞു, ആ കാര്യങ്ങളൊക്കെ നീങ്ങി ഈ പ്രശ്നങ്ങളിലൊക്കെ തന്നെ മാറാനുള്ള ശ്രമങ്ങളായി. അതിനുശേഷം
ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇവൻ എന്നോട് കൊണ്ടുവരുന്നത്. ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്നത്. അതെ. അപ്പം ഞാൻ നോക്കുന്ന അവസരത്തിൽ 10ാം ക്ലാസ് വരെ വളരെ നിഷ്കളങ്കനായ, വളരെ സാധാരണ, വളരെ സ്നേഹവും അമ്മയോട് വളരെ അറ്റാച്ച്മെൻറ്റും കാണിച്ചിരുന്ന, ഇൻറ്റിമസിയുള്ള, വളരെ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഇവൻ. ബട്ട് ദെൻ ഇവൻ +1 എത്തുന്ന അവസരത്തിൽ ഇവന് കുറേ സുഹൃത്തുക്കളുടെ സ്വാധീനവും ചങ്ങാത്തവും കിട്ടി. അതിൽ വെച്ച ശേഷം ഇവൻ ചില പ്രത്യേക സൈറ്റുകൾ നോക്കാൻ തുടങ്ങി. ആ സൈറ്റുകളിൽ കഥകളാണ്. ആ കഥകളിലൊക്കെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻസെസ്റ്റ്, അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള അരുതാത്ത ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്ന കഥകളാണ്. ഈ കഥകൾ വായിച്ചപ്പോൾ ഇവനൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവുകയും കുറച്ചു കാലം ഇങ്ങനെ ഇതിനോട് വായിച്ചു പോയ ശേഷം ഇവൻ ചെയ്തു എന്തെന്ന് പറഞ്ഞാൽ ഈ കഥകൾ ഇവന് എൻ്റെ പ്രിൻ്റ് എടുക്കാൻ തുടങ്ങി. അത് കാത്തു സൂക്ഷിക്കാൻ തുടങ്ങി. പ്രിൻ്റ് എടുത്ത കാര്യങ്ങളിൽ സ്ത്രീകളുടെ പേരുണ്ടെങ്കിൽ അതിനെ വെട്ടിയിട്ട് ഇവൻ്റെ അമ്മേൻ്റെ പേരും, പുരുഷൻ്റെ പേര് വെട്ടിയ ശേഷം സ്വന്തം പേര് എഴുതി അത് ഒരു ശീലമായിട്ട് മാറിയിട്ട് ഇതൊരു ഫിക്സേഷനായിട്ട് മാറി. സ്വന്തം അമ്മ ബാത്റൂമിൽ കുളിക്കാൻ പോകുമ്പോൾ അവന് ജന്മം നൽകി അതേ ശരീരത്തെ നോക്കി ഇവൻ ലൈംഗിക സന്തോഷം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ 6 മാസം നടത്തിയ ശേഷമുണ്ടായിരുന്ന ഒരു അവസാനത്തെ ഒരു ഭാഗമായിരുന്നു ലൈംഗികമായിട്ട് അമ്മയെ ആക്രമിച്ചത്. അപ്പം ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ ബ്രേക്കിന് ശേഷം തുടരുന്നു. ഡോക്ടർ, ഒരു സംശയം, ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണോ ഇപ്പം കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഇങ്ങനെയുള്ള സൈബർ സെക്സിനെ മിസ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നയിക്കുന്നത്? ആങ്സൈറ്റി അതിന് എത്രത്തോളം ഉദ്ദേശിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റി, ഒരു പരിധി ജിജ്ഞാസയ്ക്ക് പങ്കുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഒരു പ്രധാന സാധ്യത എന്ന് പറയുന്നത് ഒന്ന് ഈ നെറ്റിലൂടെ നമുക്ക് എന്തും കിട്ടുമെന്നുള്ള സാധ്യതയുണ്ടല്ലോ. ഈ സാധ്യതയുള്ളത് ഒന്നും. രണ്ടാമത്തെ കാര്യം ഈ പ്രായങ്ങളുടെ വ്യത്യാസമില്ലാതെയുള്ള സൗഹൃദങ്ങൾ. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 8ലും 12ലും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഒരുമിച്ച് കൂടുന്നു, സൗഹൃദം കൂടുന്നു, ഇൻറ്റിമസി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ടീനേജിലോ അല്ലെങ്കിൽ ഒരു യങ് അഡൾട്ട്ഹുഡിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ മിക്കവാറും ഇത്തരം വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലിപ്പിംഗ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ കൊച്ചുകുട്ടികൾക്ക് നൽകുവാനുള്ള ഒരു ലിബറൽ മനോഭാവം അവർ കാണിക്കുന്നു. ഈ 1-2 പ്രാവശ്യം ഇതിലേക്ക് കിട്ടിക്കഴിയുന്ന കുട്ടിക്ക് ഇതിനോട് ഭയങ്കരമായ അഡിക്ഷനാണ്. ഒരു രസമുണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് 6ാം ക്ലാസ് ഇപ്പം ജസ്റ്റ് കഴിഞ്ഞ് 7ലേക്ക് ആയൊരു കുട്ടിയെ എന്നോട് അവൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഭംഗിയായി പഠിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടി പഠിത്തം വളരെ ഉഴപ്പുന്നു. എപ്പോഴും എന്തോ ചിന്തിച്ചിരിക്കുന്ന, ലോസ്റ്റ് ഇൻ തോട്ട്സ്, ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. വീട്ടുകാരുമായിട്ടൊന്നും ഇടപഴകുന്നില്ല. അപ്പോൾ ഒന്ന് കാണണം എന്ന അർത്ഥത്തിൽ കൊണ്ടുവന്നതാണ്. ഞാൻ നോക്കിയ അവസരത്തിൽ ഇവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ 6ാം ക്ലാസ് മുതൽ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നു. എന്ന് മാത്രമല്ല അവൻ എന്നോട് സ്പെസിഫിക്കായിട്ട് പറഞ്ഞു, ഒരു ബോളിവുഡ് നടിയുടെയും ഒരു പിന്നെ ഇംഗ്ലീഷ് നടിയുടെയും അവർ പേരുകൾ പറയുന്നത് മാന്യതയില്ലാത്തതും ഞാൻ പറയുന്നില്ല, സ്പെസിഫിക്കായിട്ട് എന്നോട് പറഞ്ഞു ഇവരുടെ വീഡിയോസ് കണ്ടാലേ എനിക്ക് സന്തോഷം കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 7ലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു കുഞ്ഞു ഭാവിക്ക് ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഈ പേരുകൾ കേട്ടപ്പോൾ എനിക്ക് ഒരാൾ ഒരു പാട്ടുകാരി ഇവിടെ കൊണ്ട് എനിക്കറിയായിരുന്നു, മറ്റേ ആളുടെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരാൾ, അപ്പം പറഞ്ഞു താൻ എന്താ എനിക്ക് ഇത്ര അറിയില്ല. അപ്പോഴാണ് ഞാൻ കരുതിയത് 6ാം ക്ലാസ്സുകാരനുള്ള വിവരം പോലും എനിക്കില്ലല്ലോ. ഈ അവസ്ഥയിൽ കുട്ടികൾ അവൈലബിലിറ്റി ഉള്ളത് കാരണം തന്നെ വലിയ പ്രശ്നമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. ഇത് നോർമലായിട്ടുള്ള സെക്ഷൽ വീഡിയോസോ ഇമേജസോ മാത്രമല്ല, വൈകൃതങ്ങൾ ഉണ്ടാക്കുന്ന ഇമേജസ് ഈ കുട്ടികൾക്ക് കിട്ടുന്നു. അതുമായി വളരെയധികം അസോസിയേഷനും പിന്നെ റിപ്പിറ്റേഷനും ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഒരുതരം അഡിക്ഷനിലേക്കും ഫിക്സേഷനിലേക്ക് എത്തിക്കഴിയുന്ന അവസരത്തിൽ ഇത്തരം കുട്ടികളുടെ സ്വഭാവ വൈകൃതങ്ങൾ ഒരുപാട് കൂടുന്നു. ഇത് ഇവർക്കും സമൂഹത്തിനും തന്നെ വലിയൊരു ചലഞ്ചായി തീരുകയും ചെയ്യും. തീർച്ചയായിട്ടും ഡോക്ടർ, ഫാമിലിക്കുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള വൈകൃതങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്, അതിപ്പോൾ എന്താ പറയുക, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലായാലും ഒരു കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനെ ആയാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്പെസിഫിക്കലി ഇങ്ങനെ ഒരു വൈകൃതം എന്ന നിലയിലേക്ക് അത് പോകാതിരിക്കാൻ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഒരു ലൈംഗികത ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ച സമൂഹത്തിൽ അനിവാര്യമാണ്. എന്തായാലും ഇതൊരു അടയ്ക്കപ്പെട്ടതാണ് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഇത് എവിടെന്നെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളോ കിട്ടാൻ വേണ്ടിയുള്ള അമിതമായ ആർത്തിയും അമിതമായ ആസക്തിയും ഉണ്ടാകുന്നത്. ദർ ഇസ് എ നീഡ് ടു ഹാവ് എൻ ഓപ്പൺ ഡിസ്കഷൻ. ആ ഓപ്പൺ ഡിസ്കഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അതിർത്തിയില്ലായ്മ ഉള്ള, അതിർത്തി വിട്ട, ഒരു വികലമായിട്ടുള്ള ഒരു ലൈംഗിക സ്വാതന്ത്ര്യമല്ല, മറിച്ച് ലൈംഗികത എന്നുള്ളതിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അത് വലിയ മാനസികാരോഗ്യത്തിന് മാത്രം
ജീവിതത്തിലെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഈ ലൈംഗികത. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് കാണുവാൻ വേണ്ടിയുള്ള ആരോഗ്യകരമായ ലൈംഗികതയെ കാണുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും വേണ്ടിയുള്ള ഒരു മനോഭാവം കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉണ്ടാക്കലാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. മറ്റ് ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സമയപരിമിതി മൂലം വരുന്ന പ്രാവശ്യം നമുക്ക് ചർച്ച ചെയ്യാം. കുട്ടിയിലെ തന്നെ അത് സോൾവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വലുതിലെ അത് അവോയ്ഡ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. നമ്മൾ എന്തായാലും ഒരു ഭാഗം വിട്ടിരിക്കുകയാണ്, അതായത് സമൂഹത്തെ എങ്ങനെ അതെ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച തുടരാൻ തോന്നുന്നു ഡോക്ടർ. നമുക്ക് അടുത്ത ആഴ്ച ഇതേ വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.